എൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാ ജനതകൾക്കും അവരുടെ മതം ഏതു വിധത്തിൽ വേണമെങ്കിലും പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാ സ്ഥലത്തും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറയണം. ഈ രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുണ്ട്. അവർക്ക് അവരുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിംസ് ഉണ്ട്. അവരവരുടെ മോസ്കിൽ പോയി അവരുടെ പ്രാർത്ഥനാനുഷ്ഠാനങ്ങളെല്ലാം നടത്തുന്നു. ക്രിസ്ത്യാനികളുണ്ട്. അവരവരുടെ ദേവാലയത്തിൽ പള്ളിയിൽ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട് ഓരോ വ്യക്തിയും ഒരു ദൈവാലയമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദൈവാലയങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തികളും ദൈവാലയത്തിന് അനുചിതമായ രീതിയിലെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ആകാവൂ. അല്ലെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കേണ്ടി വരും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ക്രിസ്ത്യാനികൾ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. 2-3 അനുബന്ധങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഒന്ന്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. രണ്ടാമത്തേത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 41 തൊട്ട് 45 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാം തിരുവചനം. ഈ വചനത്തിലെല്ലാം ഒരു കാര്യമാണ് പറയുന്നത്: നിങ്ങൾ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം, ദൈവാലയത്തിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, ദാനിയേൽ പ്രവാചകനെ സിംഹങ്ങളുടെ കുഴിയിലിടുന്ന ആ രംഗത്തിൽ അതിഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ ചെയ്തത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകമുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവാലയത്തിൻ്റെ അങ്ങോട്ടുള്ള ജനൽ തുറന്നിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് നന്ദി പറയണം. നന്ദിയോടുകൂടി വേണം നമ്മൾ ഓരോ കാര്യവും പ്രവർത്തിക്കാനായിട്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 41-ാം തിരുവചനവും അതുപോലെ തന്നെ 2 ദിനവൃത്താന്തം 7-15. 2 ദിനവൃത്താന്തം 7-15 ഇങ്ങനെ പറയുകയാണ്: ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കണ്ണ് തുറന്നിരിക്കും, ചെവി തുറന്നിരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ദൈവം കണ്ടും കേട്ടും അനുഗ്രഹം തരും. അതിനാണ് ദേവാലയത്തിൽ പോയി തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പിന്നീട് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 41 മുതൽ 45 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ സോളമൻ രാജാവ് ദേവാലയം നിർമ്മിച്ചു. അതിനുശേഷം അവിടെ നിന്ന് രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. ഇത് വലിയ പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ വിജയകരമാക്കി തീർക്കണമെന്ന്. ഇങ്ങനെ ഇത് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ ഒരു ദേവാലയത്തിനോട് ചേർന്ന് ദേവാലയത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുകയും ദേവാലയത്തിൽ പോയി ആരാധനകളും പ്രാർത്ഥനകളും അർപ്പിക്കണം. ദേവാലയം തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇടം, മറ്റെവിടെയുമല്ല എന്ന് നമുക്ക് തീർത്ത് പറയാം. ഇങ്ങനെ ദേവാലയത്തിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവാലയത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്ത് ജീവിച്ച അനേകം പിതാക്കളെ നമുക്കറിയാം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഒരു ഡോക്ടർ ഡി ബാബു പോൾ IAS പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്ന കാലത്ത് ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതികൂലങ്ങളിലെല്ലാം നല്ല പ്രാർത്ഥനാ പ്രത്യാശത്തോടുകൂടിയാണ് അയാൾ ജീവിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാൽ എല്ലാ പ്രതികൂല സമയങ്ങളിലും ഒരു 3 മണി
പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ആ ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിലെ ജനൽ തുറന്നാൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ദേവാലയം കാണാമായിരുന്നു. ദൈവമാതാവിൻ്റെ ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനായിട്ട് ബാബു പോളിന് സാധിച്ചു. അങ്ങനെ പ്രാർത്ഥനാനിരതമായ ജീവിതത്തിലൂടെ മുന്നേറാൻ ദേവാലയവുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് രക്ഷപ്പെടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.